നമ്മുടെ വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് നീറ്റായിട്ടും ക്ലീനായിട്ടും കൊണ്ട് നടക്കാമെന്നുള്ളതിലാണ് നമ്മുടെ മിടുക്ക്. വീട് വലുതായാലോ ചെറുതായാലോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. ആ വീട് എങ്ങനെയായിരിക്കണം നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്വിക്ക് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ചെരുപ്പൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് ഓർത്ത്. ചെരുപ്പ് ഇങ്ങനെ അങ്ങ് നിരന്ന് കിടക്കും, പിള്ളേരല്ലേ ഇറങ്ങി പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും. അപ്പോൾ ഈ തലേദിവസം രാത്രി ക്ലീൻ ചെയ്തിട്ടതാണെങ്കിൽ പോലും രാവിലെ ആകുമ്പോഴത്തേനും പൊടി ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഇതൊരു പാസേജ് പോലത്തെ ഒരു ഏരിയ കേട്ടോ. നമുക്കങ്ങനെ സിറ്റ് ഔട്ടൊന്നുമില്ല. നമ്മളൊരു സെമിനാറിയുടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹൈ ട്രാഫിക് ഏരിയ എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ ഒരു പാസേജ് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ. ഈ പാസേജ് ഒന്ന് അടിച്ചു വാരി എടുത്താൽ തന്നെ നമുക്ക്, ഇല്ലെങ്കിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കാലയിൽ പറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വന്നത് ഞങ്ങളുടെ ബെഡ്റൂമിലേക്കാണ്. ഞങ്ങൾക്കിവിടെ 2 ബെഡ്റൂം, പിന്നെ ഒരു ഗസ്റ്റ് റൂം, അതുപോലെ തന്നെ കിച്ചൺ, ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ് എന്ന് പറയണേ, ഇതിൽ മടക്കാനുള്ള തുണികളൊക്കെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. കാരണം അലമാര 2 ഇവിടെയാണ്. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സും ഞങ്ങളുടെ ഡ്രസ്സും വെക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി എപ്പോഴും ഇങ്ങനെ കൊണ്ട് വയ്ക്കണത് ഈ കട്ടിലയിലാണ്. അപ്പോൾ ഇതാ ഞാൻ ബെഡൊക്കെ ഒന്ന് മടക്കി വിരിച്ചിട്ടു, നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതിനുശേഷം പിള്ളേരുടെ റൂമിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഇന്നിപ്പോൾ റെഡ് മയോ ഞാൻ നോക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിച്ചേ. അപ്പോൾ ആ ടേബിള് മൊത്തം നിരന്നുണ്ടാവും. ഇത് ഞാൻ എപ്പോഴും ഒതുക്കണതാണ്, പക്ഷേ ഇതിങ്ങനെ ക്ലട്ടേഡ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ക്ലട്ടേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇതിൻ്റെ മേലേക്ക് വെക്കും. അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതായത് പിള്ളേരുടെ ബെഡിൽ, പിള്ളേരുടെ ബെഡല്ല ഇത്, ജസ്റ്റ് വെറുതെ ഇട്ടേക്കുന്ന ഒരു ബെഡാണ്. ഇവരുടെ ടോയ്സും അതുപോലെ ബാഗൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ബെഡാട്ടോ. ഇതിലാരും കിടക്കലൊന്നുമില്ല. നമ്മുടെ ഗസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പേരൻസൊക്കെ വരുമ്പോൾ മാത്രമേ ഇതേ കിടക്കുള്ളൂ. പക്ഷേ എന്താ പറയുക, ഇതിങ്ങനെ വിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നു മാത്രം. അങ്ങനെ ഇതാ നമ്മുടെ ഇതിൻ്റെ മേലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒതുക്കി വൃത്തിയാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ പിള്ളേരുടെ ബെഡ് എടുത്ത് വെക്കണം. ഇതെന്ന് പറയുന്നത് ഡബിൾ ഡെക്കറാണ്, അതുകൊണ്ട് തന്നെ നല്ല പാടാണ് ഇത് വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. പിള്ളേർ എന്നെ ഈ നല്ല മൂടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ അവർ അങ്ങനെ അങ്ങ് കാണാത്ത മട്ടിൽ പോവുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ ലിവിങ് ഏരിയയിൽ, ലിവിങ് കം ഓഫീസ് റൂമാണ് കേട്ടോ ഇതിലൊരു കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട്, ഞാനിരുന്ന് വർക്ക് ചെയ്യണേ. അപ്പോൾ അതൊന്ന് ഒതുക്കി, അതൊക്കെ എപ്പോഴും ഇങ്ങനെ നിരന്ന് കിടക്കുന്നൊരു ഏരിയ. അതൊക്കെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒതുക്കി വയ്ക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെയോ അത് പിന്നെയും നരക്കും. ഇത് അയൺ ചെയ്യുന്ന ഒരു ടേബിളാണ്, അതും ഞാൻ അവിടുത്തെ തുണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വൃത്തിയാക്കിയിട്ടോ. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നതൊക്കെ ഒന്ന് ഒതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് വെക്കുന്നുള്ളൂ. ഇപ്പോൾ തുടയ്ക്കൽ പരിപാടികളൊന്നും രാവിലെ തന്നെ ഇല്ല. അപ്പം നമ്മുടെ ലിവിങ് റൂമും ഒന്ന് സെറ്റാക്കി. അതിൽ കൊച്ചിരുന്ന് കളിക്കുന്നതുകൊണ്ട് ഞാൻ അത്ര വലിയ ഇതിലേക്ക് പോയില്ല കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയതിൻ്റെയൊക്കെ. അപ്പോൾ ഒരു ഓർഡറിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും പറ്റും കേട്ടോ. ഞാനിപ്പം ഫ്രണ്ടിൽ തുടങ്ങി കിച്ചണിൽ അവസാനിപ്പിക്കുന്ന അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ ഞാൻ കിച്ചണിൻ്റെ സ്ലാബും ഒന്ന് വൃത്തിയാക്കി, പിന്നെ കഴുകി വെച്ചേക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് തിരിച്ച് വയ്ക്കുകയാണ് കേട്ടോ. എങ്കിൽ മാത്രമാണല്ലോ ഇനിയിപ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ നേരെയാക്കാൻ പറ്റുള്ളൂ, അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ. അപ്പം ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല, വൈകിട്ട് ആകുമ്പോഴേ തുടയ്ക്കുള്ളൂ. അങ്ങനെ പാത്രങ്ങൾ വെക്കണ ട്രേയും കൂടെ ഒന്ന് ഒഴിവാക്കിയിട്ട് 2 ദിവസം കൂടുമ്പോൾ കേട്ടോ ഈ ട്രേ ഞാൻ കഴുകി വെക്കുക. അല്ലെങ്കിൽ അതിൽ വെള്ളം ഒഴുകുന്ന ആ ഒരു പാടിലൊക്കെ നിറച്ചും ഇങ്ങനെ പായൽ പോലൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഫുഡിൻ്റെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ പ്രാണികളോ ഒക്കെ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പാത്രമെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് കൂടാണ്ട് തന്നെ നമുക്ക് വേസ്റ്റും ഒന്ന് കൊണ്ട് കളയണം. അങ്ങനെ വേസ്റ്റ് നമ്മളിവിടെ നമുക്ക് പറമ്പുണ്ട് കേട്ടോ, നമ്മുടെ ക്യാമ്പസിൽ, നമ്മളൊരു ബൈബിൾ കോളേജിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ബാക്കിലായിട്ട് പറമ്പുണ്ട്. അപ്പോൾ ചാണകമൊക്കെ കൊണ്ടിടുന്ന ആ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ചാണകത്തിലോട്ടാട്ടോ നമ്മളിടുക വേസ്റ്റ്. അപ്പോൾ അതവിടെ നിന്ന് പക്ഷികളൊക്കെ കഴിക്കും. അതിൻ്റെ ബാലൻസ് ഉള്ളത് അങ്ങനെ അങ്ങ് ദ്രവിച്ച് പോവും. ദ്രവിച്ചല്ല, ഇങ്ങനെ ലയിച്ച് ചേരും ആ ചാണകത്തിലേക്ക്. അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്, പെട്ടെന്നുള്ള ക്വിക്ക് ക്ലീനിങ്, അതായത് വീട് ഒതുക്കൽ ഒന്ന് അവസാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ വേസ്റ്റൊക്കെ ഒന്ന് പശുക്കുട്ടികൾക്ക് കൊടുക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും എല്ലാവരും കിടക്കുക, അതുകൊണ്ട് ഞാൻ വേസ്റ്റ് അങ്ങനെ കൊടുക്കാൻ നിന്നില്ല കേട്ടോ. അതവിടെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങ് പോന്നു, അവരെ എഴുന്നേൽപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ, ക്വിക്ക് ക്ലീനിങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ക്വിക്ക്
ആയിട്ട് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.